ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അവസാന ടെസ്റ്റിലെ ആദ്യ ദിനത്തിൽ ബാറ്റിംഗിൽ വൻ തകർച്ച തന്നെയാണ് ഇന്ത്യൻ ടീമിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 185 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു ടീം ഇന്ത്യ. പിന്നീട് ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് സെഷൻ അവസാനിക്കുമ്പോൾ 9 റൺസിന് ആദ്യ വിക്കറ്റ് നഷ്ടമായിട്ട് ഉസ്മാൻ ഖവാജയുടെ. ആ വിക്കറ്റ് നഷ്ടമായത് എങ്ങനെയാണെന്ന് പറഞ്ഞു വരാം. അതിന് മുമ്പ് ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് വരാം. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ ഈ ഒരു മത്സരം കളിക്കുന്നില്ല. അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് വിട്ടുമാറി പകരം ബൂംറയുടെ ക്യാപ്റ്റൻസി അണ്ടറിലാണ് ടീം കളിക്കാൻ വരുന്നത്. ക്യാപ്റ്റൻസി മാറിയെങ്കിലും ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ടീം അതുപോലെ തന്നെ തുടരുകയാണ് ഫോമും. നമുക്ക് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പകരക്കാരനായിട്ട് വന്ന ഗില്ല് 20 റൺസാണ് സ്കോർ ചെയ്തത്. ഓപ്പണിംഗ് സൈഡിൽ കെ എൽ രാഹുൽ തിരിച്ചു വന്നു, 14 ബോളിൽ 4 റൺസ്. യശസ്വി ജയ്സ്വാൾ 26 ബോളിൽ 10 റൺസ്. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി 69 ബോളിൽ 17 റൺസ്. വിരാട് കോഹ്ലി കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നിച്ചിരുന്നു, കുറച്ച് കൂടുതൽ ബോളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ താരത്തിന് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. ഒരു പോസിറ്റീവ് സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 98 ബോളിൽ നിന്ന് 40 റൺസ് എടുത്ത ഋഷഭ് പന്തിൻ്റെ ആ ഒരു ഇന്നിംഗ്സാണ്. ഒരു പരിധിവരെ സ്കോർ കാർഡിൽ റൺസ് കയറ്റാൻ വേണ്ടിയിട്ട് ഋഷഭ് പന്തിൻ്റെ ആ ഒരു ഇന്നിംഗ്സ് സഹായിച്ചു. രവീന്ദ്ര ജഡേജ 95 ബോളിൽ 26 റൺസ്. വാഷിംഗ്ടൺ സുന്ദർ 30 ബോളിൽ 14 റൺസ്. നിതീഷ് കുമാർ റെഡ്ഡി ഡക്ക്. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ക്യാപ്റ്റനായിട്ടുള്ള ബൂംറ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. 129 സ്ട്രൈക്ക് റേറ്റിൽ 17 ബോളിൽ നിന്ന് 22 റൺസ് ബൂംറ സ്കോർ ചെയ്തു. ഒന്നുമില്ലെങ്കിൽ ക്യാപ്റ്റനായി പോയില്ല, അതെങ്കിലും ചെയ്യേണ്ടേ എന്നുള്ള തോന്നലാണ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നുള്ളൂ. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആവശ്യമില്ലാതെ കോൺഷ്യസ് ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന കോൺഷ്യസ് ഉസ്മാൻ ഖവാജ സ്ട്രൈക്ക് നിൽക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ ബൂംറയുടെ നേരെ ഓരോ ആക്ഷനായിട്ട് ചെല്ലുന്നു. അവിടെ ഒരു വാശി കയറ്റുന്നു. അതിനുശേഷം ബൂമർ എറിഞ്ഞ് അടുത്ത ബോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം വാശിയും അതോടൊപ്പം തന്നെ ആ വിക്കറ്റ് എടുക്കാനുള്ള ദൃഢനിശ്ചയം ആ ബോളിലുണ്ടായിരുന്നത്. ആ ബോള് ഖവാജ നൈസായിട്ട് ലീവ് ചെയ്ത് വിടുന്നു. പിന്നീട് വന്ന ബോളിൽ ഇതാ ഔട്ട് സൈഡ് എഡ്ജ് ക്യാച്ച് ആവുന്നു. ഉസ്മാൻ ഖവാജ തിരിഞ്ഞു പോലും നോക്കാതെ നേരെ പോകുന്നു. ആൻഡ് കോൺഷ്യസിന്റെ മുഖത്തോട്ടാണ് നമ്മുടെ ബൂമറ സെലിബ്രേഷനായിട്ട് പോയത്. കോൺഷ്യസിന്റെ മുഖത്ത് രക്തമില്ല, ചോദിച്ച് മേടിച്ച വിക്കറ്റാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിക്കറ്റ് വീഴുകയല്ലായിരുന്നു, ചിലപ്പോൾ നോർമലായിട്ട് തീരേണ്ട ഒരു ഓവറായിരുന്നു. വെറുതെ ബൂമറയെ വാശി കയറ്റി ആ ഒരു വിക്കറ്റ് എഴുതി. പിന്നെ ചെറുക്കൻ്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഒരുപാട് അടിമേടിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. ആവശ്യമില്ലാത്ത ചൊറിച്ചിലുകളായിട്ടാണ് ഈ ചെറുക്കൻ്റെ പോക്ക്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നാളത്തെ ഫസ്റ്റ് സെഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 185 എന്ന് പറയുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ അത്ര കുഴപ്പമില്ലാത്തൊരു സ്കോറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ആവറേജ് സ്കോർ എന്ന് പറയുള്ളൂ, വലിയ കുഴപ്പമില്ലെന്നല്ല, ഒരു ആവറേജ് സ്കോർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ബാറ്റിംഗ് സൈഡ് വീണ്ടും പതറ്റിക്കായിട്ട് പോവുകയാണ്. ആർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വളരെ വലിയ തിരിച്ചടിയാണ്. റൺസിനേക്കാളുപരി പിടിച്ചു നിൽപ്പിന് വലിയ വിലയുണ്ട് ടെസ്റ്റിൽ. അത് നടക്കുന്നില്ല, വിക്കറ്റ് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ബൂമറ ശക്തിയായിട്ട് തന്നെ നാളെ എറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മാതിരി എന്താ പറയുക, പാമ്പിനെയാണ് കോൺഷ്യസ് അവിടെ നോവിച്ചു വിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ആയിരിക്കും നാളെ എന്ന് ഉറപ്പാണ്. ലെറ്റ്സ് സീ, എന്തായാലും കാത്തിരുന്ന് കാണാം. 185 അത്ര വലിയ സ്കോറല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വാശികേറ്റൽ ഒരു പരിധിവരെ ഓസ്ട്രേലിയയുടെ നട്ടലൊടിക്കാനുള്ള ഒരു വാശികേറ്റലായിരുന്നു എന്ന്. ലെറ്റ്സ് സീ, നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.